എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കറുമുറാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ പുറത്ത് സൂക്ഷിക്കാനും പറ്റും. ബേക്കറിലൊക്കെ കിട്ടുന്ന കാജു ബിസ്ക്കറ്റാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്, നല്ല ടേസ്റ്റിയുമാണ്. മാവ് കുഴച്ച് വെച്ച് അന്നേരം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദയാണ് ആവശ്യം. 2 കപ്പ് അളവിൽ മൈദയാണ് മെഷർ ചെയ്ത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതേ അളവിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 3/4 ടീസ്പൂണ് അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിൽ ചെറുതായിട്ടൊന്ന് തിരുമിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അയമോദകമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അയമോദകത്തിൻ്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിനിയും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി, അതിൽ കൂടി പോകരുത്. ഈ സ്നാക്സിന് ചെറിയൊരു മധുരം നമുക്ക് ആവശ്യമുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഗീയും അയമോദകവും എല്ലാം എല്ലാ ഭാഗത്തും ഈ മാവിൻ്റെ എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ പിന്നെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കേണ്ടത്. കുഴച്ചെടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല, അന്നേരം തന്നെ ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഗീ തന്നെ ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുഴച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊരു 3 പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. ലേശം പൊടിയൊന്ന് തൂക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കുന്ന അതുപോലെ ഒത്തിരി തിന്നായിട്ട് പരത്തിയെടുക്കല്, ചെറിയ കട്ടിക്ക് വേണം നമുക്ക് പരത്തിയെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അധികം പാടൊന്നുമില്ല. നമ്മൾ ഒത്തിരി കട്ടിയിലല്ല കുഴച്ചെടുത്തേക്കുന്നത്, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാനും പറ്റും. മൂൺ ഷേപ്പിലുള്ള ഒരു പലഹാരമാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു അടപ്പെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ആ അടപ്പിൻ്റെ മുഴുവനും ഭാഗം നമ്മൾ വെച്ച് കൊടുക്കത്തില്ല, ഒരു പകുതി പോർഷനിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഷാർപ്പായിട്ടുള്ളൊരു അടപ്പെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടപ്പ് മുഴുവനായിട്ട് ആ ഒരു ഷീറ്റിലോട്ട് വെച്ച് കൊടുക്കല്ല, അടപ്പിൻ്റെ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള അടപ്പാകുമ്പോൾ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മൂൺ ഷേപ്പിലാണ് നമ്മൾ ഈ പലഹാരം കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തീരും. കാരണം ഈ ഒരു കാഷ്യൂവിൻ്റെ ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതുമാണ്. ഒരാഴ്ചയിൽ കൂടുതൽ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ബാലൻസ് വരുന്ന പോർഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വീണ്ടും കുഴച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ അടപ്പെടുക്കുമ്പോൾ ഇതുപോലെ ഷാർപ്പായിട്ടുള്ള അടപ്പ് തന്നെ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് മുഴുവനും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലോട്ട് ഇതിട്ട് കൊടുക്കണം. പരന്നൊരു പാത്രമാണെങ്കിൽ നമുക്കൊരു 2 ട്രിപ്പ് കൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റും. കാരണം കുറേ അധികം തന്നെ നമുക്ക് പരന്നൊരു പാത്രത്തിലാകുമ്പം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം ഒന്നൊന്നിനോട് ഒട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനും. അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത ശേഷം തീ ഒന്ന് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിലാക്കണം. കാരണം നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആദ്യം ഇട്ടതെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിവശമെല്ലാം ഒന്ന് തിരിഞ്ഞ് മോളി വരത്തക്ക രീതിയിൽ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ 2 സൈഡും നമുക്ക് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടുമ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയല്ലേ, എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്തേക്കുന്നത്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു തവണ തയ്യാറാക്കിയാൽ കുട്ടികൾ വീണ്ടും പറയും ഇതുപോലെ തന്നെ തയ്യാറാക്കണമെന്ന്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പം. നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് കഴിക്കാം. ഞാനൊരു ലേശം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും,
ഒരു ലേശം പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ മധുരവും എരിവും ഒക്കെ ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ല കറുമുറാന്ന് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. കാഷ്യൂ ഒക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് നമ്മൾ മസാലക്കൂട്ടുകൂടൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ സ്നാക്സ് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചൂട് ചായക്കൊപ്പം സെർവ് ചെയ്താൽ ഇത് തീരുന്നത് തന്നെ അറിയത്തില്ല. അത്രയ്ക്ക് നല്ല കിടുവായിട്ടുള്ള ഒരു റെസിപ്പിയാണിന്ന് പങ്കുവച്ചത്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകല്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.